Hi guys, Assalamualaikum. Welcome back to my channel. Guys, അങ്ങനെ ഫാമിലിയിൽ 2-3 ഫംഗ്ഷൻസും അതേപോലെ തന്നെ എന്റെ സോനുവിന്റെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരാൻ വേണ്ടി പോണത് ഗൈസ്. അപ്പൊ കുറച്ച് ദിവസമായി ഇവര് ഷോപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. സോനു പറയൂ, നമുക്കിന്ന് ഞാനിന്ന് ഫ്രീ ആണ്, നമുക്കിന്നൊരു ഷോപ്പിങ്ങിന് വിട്ടാലോ? എന്തായാലും പോയാലേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് കിട്ടില്ല ഷോപ്പ് ചെയ്തിട്ടൊക്കെ വരാം. എവിടുന്ന് ഷോപ്പ് ചെയ്യാൻ? നമ്മളിവിടെ ലുലുമാളോ ഫോറം മാളോ എവിടെന്നെങ്കിലൊക്കെ പോയി ഷോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ കുറച്ചാളായിട്ട് വിചാരിച്ചോണ്ടിരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ തന്നെ പോവാ. അതെവിടാ? സായി ഡ്രസ്സസ് ഇല്ലേ? സായി ഡ്രസ്സസ് എടി, അതങ്ങോട്ട് സൂറത്ത് ഗുജറാത്തിലടി, അതും ഹോൾസെയിൽ ഷോപ്പാണത്. അല്ല, അതൊക്കെ സെറ്റ് ആക്കാൻ പറ്റുന്ന എനിക്ക്. സായി ഡ്രസ്സസ് എനിക്കറിയാം. അർത്ഥം കൂടെ തന്നെ ഇല്ല, ആക്ച്വലി നേരത്തെ മുതൽ നമ്മളില്ലേ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി കളക്ഷൻസാ. എനിക്കറിയാം ആക്ച്വലി ഇവിടെ ഹോൾസെയിൽ ആണെന്ന്. ബട്ട് നമ്മളിവിടെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളവിടെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ തോട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ലെറ്റ്സ് ഗോ. നമുക്കൊരു ട്രിപ്പ് പോലെ ആവും പ്ലീസ്. അടിപൊളി. ഞാൻ ഷോപ്പ് ചെയ്യാൻ ഇവിടെ ഇട്ടവട്ടത്ത് പോവാനേ ഉദ്ദേശിച്ചുള്ളൂ, ഗുജറാത്ത് വരെ ഒന്നും പോകാൻ ഉദ്ദേശിച്ചു. ബേബി ആനിവേഴ്സറി എന്തായാലും ഉണ്ട്, പിന്നെ കസിൻസിന്റെ മാരേജ് വന്നിട്ടുണ്ട്. ലോട്ട്സ് ഓഫ് ഡ്രസ്സസ്, മനസ്സിലായ? ഞാൻ അതിനെ ഉദ്ദേശിച്ചിട്ട് ചെറുതായിട്ട് ഷോപ്പ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഗുജറാത്തിൽ പോകണമെന്നാണ് പറയണത്. ഒരു ചെറിയ ട്രിപ്പ് പോലെ. ശരി, അപ്പൊ ഇന്ന് നേരെ സൂറത്ത് ഗുജറാത്തിലേക്ക് റെഡി ആയിക്കും. അതെ, പാക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണ. സുനുവിനും സൈഗുനും എന്ത് ചെയ്യും? അതൊക്കെ അരിയിൽ തന്നെ റഫീഖിനൊക്കെ വിളിച്ച് സെറ്റ് ആക്കിണ്ട്. അവർ ഓൺ ദ വേ വന്നോണ്ടിരിക്കുക. നിങ്ങൾ പോയി റെഡി ആവും. ഓക്കെ ഓക്കെ. സോനുവിന്റെ ആഗ്രഹം പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പേര് മാത്രം സോനുണ്ട്. ഞാനും ഇത് പർച്ചേസ് ചെയ്ത് തകർക്കും ഗൈസ്. ഇവിടെ എത്തിയപ്പോ തന്നെ ടോളിലൊക്കെ തമ്മിൽ ഇട്ട് വെച്ചൊക്കെ കണ്ടില്ല, ഫുൾ വെൽവെറ്റ് ഒക്കെ. ഐ എം വെരി എക്സൈറ്റഡ്. സോ നമുക്ക് പറയാറില്ല, ഇപ്പൊ നമുക്ക് എന്താണ് ഈ കളക്ഷൻസ് ഒക്കെ കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളെ വെട്ടി നടക്കണ്ടേ? അപ്പൊ എന്തായാലും ഇന്ന ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല ഗൈസ്. നമ്മൾ ഒറ്റ മിനിറ്റ് ഗൈസ്. ഇവരുടെ എക്സൈറ്റ്മെന്റ് എല്ലാം ശരിയാണ്, അടിപൊളിയാണ്, ഞാനും എക്സൈറ്റഡ് ആണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റീറ്റെയിൽ ഷോപ്പ് അല്ല, ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. നമ്മുടെ കേരളത്തില് ഫേമസ് ആയിട്ടുള്ള പല പല ഷോപ്പുകളിലേക്കും ഇവിടുന്നാണ് ഹോൾസെയിൽ, അതായത് ഇവിടുന്നാണ് ഡ്രസ്സുകൾ പോകുന്നത്. അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെഹങ്ക, സൽവാർ, സാരി, ഇതെല്ലാം പോണത് ഇവിടുന്നാണ്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന എല്ലാ ഹോൾസെയിലുകാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സ്കാം ഉണ്ട്. ആ സ്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ബ്രോക്കേഴ്സ് ഒരുപാടുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാരും വരും. അതെ, നമ്മള് കൺഫ്യൂസ് ആയിക്കണം. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണോ, ഞങ്ങൾ കൊണ്ടാകും നല്ല സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ വെറും 2 കിലോമീറ്ററോളം സായി ഡ്രസ്സസിലേക്ക് നമ്മൾ ഇവിടെ എത്തിക്കുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ ഇവര് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഒക്കെ നമുക്ക് തരും. അവര് വന്ന് പിക്ക് ചെയ്തു. അതെ, നേരെ വന്ന് വേറെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം. ഇതിന്റെ ഇടയിൽ ഒരാളെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് വെറുതെ പണി കിട്ടണ്ട. അപ്പൊ ഇവിടെ ഹോൾസെയിൽ ഷോപ്പാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ BB1988 ടെക്സ്റ്റൈൽ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് ഇവരെയാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ബന്ധമാണ് ഇവരായിട്ടുള്ളത്. അതുകൊണ്ടിട്ട് ഇവർക്ക് സിംഗിൾ പീസ് ഒക്കെ മാത്രമല്ല ഓൺ മാനുഫാക്ചറിംഗ് ഉണ്ട്. ഓൺ മാനുഫാക്ചറിംഗ് കാര്യങ്ങളെല്ലാം ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ബന്ധത്തിന്റെ പുറത്ത് ഇവർക്ക് ഡ്രസ്സുകൾ സിംഗിൾ പീസ് തരുമെന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാണ്. അതിന്റെ കൂടെ ഇവിടത്തെ കളക്ഷൻസ് ഇതെല്ലാം നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കും. ഇതെല്ലാം കണ്ട് നിങ്ങൾ ഞെട്ടും കൈസ്. ഇതൊന്നും അല്ല ഗൈസ്, ഇത് നോക്കുന്നത് ഇപ്പഴാണ് അതിന്റെ വൈഡ് കാണിച്ചത്. എമ്മാതിരി ഷോപ്പാണ്, ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി. നിങ്ങൾ എന്തായാലും മിക്കവാറും സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഹോൾസെയിൽ തന്നെ എടുക്കും. അതെ അതെ, ഇതൊക്കെ നോക്കിയേ നൈസായിട്ടല്ലേ. പൊളിക്കണമെന്ന്
ഓക്കെ ആ മോഡൽ എത്ര മോഡൽസ് ഉണ്ടെന്ന് നോക്കി. ഗൈസ് ഇവിടെ 99 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. കണ്ടു തന്നെ ഞാൻ കിളി പോയിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ 24 വർഷം കണ്ടിന്യൂ ചെയ്തൊരു ബെസ്റ്റ് ഫേമാണത്. പിന്നെ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ നിന്ന് ചാടി കയറി വരാനുള്ള ശ്രമം എനിക്കറിയാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്ഥലം ഞാൻ പറയാം. സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റിന്റെ 5th ഫ്ലോറിൽ നിങ്ങൾ വന്നാൽ മതി. പിന്നെ ഇതിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ നിങ്ങൾ ഏത് വണ്ടിയിൽ വന്നാലും കുഴപ്പമില്ല, ഒന്ന് കോൾ വിളിച്ചാൽ മതി. ഇവരെ തന്നെ പിക്ക് ചെയ്യുമല്ലോ, ഫ്രീ പിക്കപ്പ്. നല്ല എക്സൈറ്റ്മെന്റിലല്ല ഇരുന്നിട്ട് പറഞ്ഞിട്ടിരിക്കുന്നത്. അതെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് രക്ഷയില്ല. കൊള്ളട്ടെ, ഇതൊക്കെ ചെറിയ റേറ്റ് ഉള്ളൂ കേട്ടോ. കൊച്ചു റേറ്റില് സംഭവം കിടലായിട്ടും. ഞാനൊന്നും ഇപ്പൊ ഫൈനൽ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം കണ്ടിട്ട് ഐ വാസ് ലൈക്ക് അത് വേണോ ഇത് വേണോ, എനിക്ക് പോക്കിയാണ് അങ്ങനെ. സോന ഓൾറെഡി ഇപ്പൊ 1-2 കണ്ണ് വെച്ചിട്ടുണ്ട് എല്ലാ സൈഡിലും. സോന് ഫുള്ള് ഹോൾസെയിൽ മാർക്കറ്റ് ഇളക്കി പറിക്കണ പരിപാടിയാണ്. സോനി ഇതിൽ ഭയങ്കര കണ്ണാ ഡമ്മിലിട്ട് കണ്ടപ്പോ. എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്നും പറയരുത്. ഞാൻ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ എപ്പോഴും പറയണ്ട സോനുവിനെ കാണാറില്ല. ഇവിടെ ഇനി മിക്കവാറും കാണാൻ ചാൻസ്. എന്തായാലും ഇത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് പറഞ്ഞുകൊണ്ടിട്ട് ഒന്നുകൂടെ പറയാം. ഇനിയൊരു കാര്യം, വേൾഡ് വൈഡ് ഷിപ്പിംഗ് ആണ് ഗൈസ്. ഇനി നമ്മൾ അവിടെ ഉള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാരാണ് നമുക്ക് മേടിക്കാൻ പറ്റൂല എന്നല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഷിപ്പിംഗ് ഉണ്ട്. അത് മാത്രമല്ല COD ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതെ ഹോൾസെയിൽ നിങ്ങൾ വാതിക്കൊക്കെ നിങ്ങൾ ഡ്രസ് എത്തുന്ന വരെയുള്ള ഫുൾ ഉത്തരവാദിത്തം അവർ നോക്കിക്കോളും. ഇവർ നോക്കി കസ്റ്റംസ് ക്ലിയറൻസും ആയിരിക്കും. അതെ കസ്റ്റംസ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. കാറ്റലോഗ് നോക്കി തന്നെ കിളി പോകേണ്ടത്. ഫസ്റ്റ് കിടക്കുമ്പോ തന്നെ 3 കളേഴ്സും ഉള്ളേ. ഓരോ കളേഴ്സും ഉണ്ട്. അതായത് ഇവിടെയുള്ള എല്ലാ മോഡൽസിനും കാറ്റലോഗ് ഉണ്ടാവും. മനസ്സിലായി, നമുക്ക് കാറ്റലോഗ് നോക്കി തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. 3 ഡിഫറെന്റ് കളേഴ്സിന്റെ ഡിസൈൻസിന്റെ ഉണ്ട്, 4ന്റെ ഉണ്ട്, 5ന്റെ ഉണ്ട്. സോനൊരു മണവാട്ടി ലുക്ക് തോന്നിക്കുന്നുണ്ട്. എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇഷ്ടം. നല്ല ഭംഗിയുണ്ട്. ഗൈസ് വേൾഡ് വൈഡ് ഇന്ന് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ തന്നെ വേറെ കസ്റ്റമേഴ്സ് ഡീൽ ചെയ്തോണ്ടിരിക്കുക. അതായത് UAE എന്നൊക്കെ വന്നിട്ട് അവിടുത്തെ UAE ഷോപ്പ് നടത്തുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യും. കേരളത്തിൽ തന്നെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടെന്നാ ഓണർ പറഞ്ഞു. അടുത്തത് ഇവര് എവിടെ തുടങ്ങണമെന്നും പറഞ്ഞ ആലോചിക്കുന്നുണ്ട് ഗൈസ്. അതായത് ഇവിടെ കിടക്കണൊക്കെ ഒരു ലോഡ് കളക്ഷൻസ് കണ്ടാ ഹെവി, എല്ലാം ഡിഫറെന്റ് മോഡലാണ്. ആക്ച്വലി കസ്റ്റമേഴ്സിന് തന്നെ കൺഫ്യൂസ് ആവും ഏത് എടുക്കണോ ഏത് വിടണോ, അത്രയധികം കളക്ഷൻസ്. ഞാൻ പറഞ്ഞില്ല ഒരു
ബ്ലാക്ക് ആയിട്ട്, അതായത് ഇപ്പൊ ഇട്ട വൈറ്റ് ഉണ്ട് കേട്ടോ കളർ ചേഞ്ച്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം ഭയങ്കര ആഗ്രഹം. ആ മോഡൽ എങ്ങനെയാണെന്ന് നോക്കാൻ തുടങ്ങി. കാറ്റലോഗ് പൊളിയായിരിക്കും. കൊള്ളാം. ഏതൊക്കെയാ ബ്ലൂ പോലെ അതെ തന്നെ. ഇത് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞില്ലേ ബ്ലൂ, ഇത് ഞാൻ കണ്ടുവച്ചിട്ടിരിക്കുന്നത്. ഇത് എനിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന കാര്യമില്ലല്ലോ. ഞാൻ തന്നെ ബിഹൈൻഡ് സീനായിട്ട് ബാക്കിൽ നിന്നാണ് ഷോകള്. അല്ല ആര് നോക്കിയാലും കുഴപ്പമില്ല, നമുക്കല്ലേ നിങ്ങൾ മേടിച്ചാറ്. ഓ ഇത് ഹെവീസ് ആണ്, ബ്രാൻഡ് ആയിട്ടുള്ളത്. കാലിലും ഉണ്ടല്ലോ വർക്ക്. ഇതിന്റെ ബാക്കിൽ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടായിരുന്നു, ഇതുപോലെ വന്നുണ്ട്, നല്ല ഉണ്ട്. ബാക്കിൽ നെക്കിലും ഉണ്ട്, ഒരു ടൈയും ഉണ്ട്. ഇതിടുമ്പോ ഗോൾഡ് ഒക്കെ ഇടേണ്ട ആവശ്യമില്ല. നമ്മള് ഈ ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ട് ഹോൾസെയിൽ പർച്ചേസ് ചെയ്യേണ്ട വരും കേസ്. സിറ്റുവേഷൻ ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് ഈ റെഡ് കളറൊക്കെ നോക്കിയില്ല, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും അതാ നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല ഉണ്ട്. എന്താണ് രണ്ടുപേരും കൂടെ തിരിഞ്ഞു തോന്നിക്കൊണ്ടിരിക്കുന്നത്? ഒരു സെറ്റിൽ 4 ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാവും. നമുക്ക് ഒരു സെറ്റ് അവൈലബിൾ ആണ്. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പീസ് അല്ല ഗൈസ്, കൺഫ്യൂസ് ആവരുത്. ഒരു സെറ്റ് 4 ഡിഫറെന്റ് സൈസസ് ഉണ്ടാവും. ആ ഒരു കാറ്റഗറിയാണ്. അപ്പൊ ഇതിൽ ഞാൻ ഏത് എടുക്കും? നമുക്ക് 4 എടുക്കാം. 4 ഡിഫറെന്റ് സൈസുള്ള ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ. അതായത് ഇവർക്ക് വേണ്ടി പർച്ചേസിന് മാത്രമല്ല കേട്ടോ നമ്മളങ്ങനെ ഇവര് കസിൻസില് എല്ലാവർക്കും വേണ്ടിയൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നല്ല മനസ്സ്. എനിക്ക് പറ്റും. സ്മോളും മീഡിയവും നിനക്ക് പറ്റും, ലാർജ് എനിക്ക് പറ്റും. എല്ലോ നോക്കണം സോനു. ഈ യെല്ലോ എടുക്കാം. ഈ യെല്ലോ അല്ല അതിനെ കഷ്ടപ്പെടുത്തേ, എന്നെ കഷ്ടപ്പെടുത്തണല്ലേ. ഓക്കെ സെറ്റ്. അങ്ങനെ നിങ്ങളുടെ യെല്ലോ എത്തി പൊടിക്കുക. ഓ ഇതിലാണ് അവിടെ നോക്കിക്കോ ടേബിളിലേക്ക്, അത് കാണിച്ചു തരുമോ? ആക്രമണം ആക്രമണം കിട്ടിയിടുന്നത് പൊട്ടിക്കണോ? ഇവര് ലാസ്റ്റ് അല്ലേ ഈ ഹോൾസെയിൽ ഷോപ്പ് ചെയ്ത് ഓടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ കൊണ്ട് ഉപദ്രവം സഹിക്കാൻ പറ്റുള്ളത്. മീഡിയം സൈസ് ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഷേപ്പ് ഉള്ള കട്ടിങ്, കോട്ടൺ അല്ലേ സെറ്റ്. അല്ല അതിന്റെ ഷോളും കൊള്ളാം. വെച്ചിട്ട് ആ ഷോൾ ഇട്ട് നോക്കി. നോക്കി നോക്കി നൈസ്, അടിപൊളി. അടിപൊളി ഷോളും നോക്കി, നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊതുവേ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളത് ഐ ലവ്. ഇതെന്തായാലും ഞാൻ മൈൻഡിൽ നോട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഒന്ന് നോട്ടാക്കിയതാ. അതെ, ഇനി പാകിസ്ഥാനി സൽവാറിന്റെ കളക്ഷൻ കിടക്കണുള്ളൂ മേളില് അപ്സ്റ്റെയറില്. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങൾ കണ്ടില്ലേ, അപ്സ്റ്റെയറിൽ നോക്ക്. എല്ലാം മാറ്റി വെച്ചു. എനിക്ക് അവിടെ ഒരെണ്ണമുണ്ട്, കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോ പാകിസ്ഥാനി നോക്കിയിട്ട് തീരുമാനിക്കാം എന്തൊക്കെ വേണമെന്ന്. ഇനിയാണ് ഗൈസ് മേളിലത്തെ അതിവിപുലമായ ഷോറൂം കാണാം. അതാ പറഞ്ഞു, മേളിൽ കൂടെ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും. എന്റെ അമ്മു, അത് എന്ത് വലിയ ഷോറൂമാണല്ലോ ഇത്. നോക്കിയേ ഇങ്ങനെ അവിടെ കിടക്കണേന്ന് കണ്ടില്ലേ, എന്ത് വലിയ ഷോറൂമാണ്. എവിടെ പോണ, ഏത് സൈഡിൽ കൂടെ പോണെന്നുള്ള കൺഫ്യൂഷൻ. അതായത് കസ്റ്റമറിനൊക്കെ ഇരുന്ന് നോക്കാൻ പറ്റിയ ഫുള്ള് ഈ മറ്റേ മജ്ലിസ് ടൈപ്പ് സെറ്റപ്പ് ഇല്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഷോറൂം കണ്ടിട്ട് കിളി പോയില്ലേ നിങ്ങക്ക്? അതായത് നമ്മൾ ഈ ഹോൾസെയിലൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സൗകര്യമാണ്. അത് ഇരുന്ന് പീസ്ഫുൾ ആയിട്ടിരുന്ന് നോക്കാം. അതിന് പറ്റിയ ആ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇതുണ്ടല്ലേ നോക്കിയേ, ഇതുണ്ടാവും നല്ല വലിയ സ്പേസാ, അടിയിലും മേളിലും ഒക്കെ ആയിട്ട്. എല്ലാവർക്കും ഇരുന്ന് നോക്കാൻ പറ്റിയ ആ ഒരു സെറ്റപ്പും സീറ്റിങ്ങും എല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കോർണറിലും.
പറഞ്ഞാലും ഇവിടെ ഫുള്ള് പാകിസ്ഥാനിയാണ്, കംപ്ലീറ്റ് പാകിസ്ഥാനിയുടെ ബഹളമാണ്. ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. ചുറ്റിനിങ്ങനെ നിരത്തി വെച്ചാണ് ഫുള്ള് പാകിസ്ഥാനി സൽവാർ. അവിടെ ഇരുന്ന് നോക്കിയോ ഫുള്ള് ഇരുന്ന് സെറ്റപ്പ്, നല്ല ഹെവി സംഭവം. അതിന്റെ ഷോള് റെഡ് ബ്ലൂ അതെ 2 കളേഴ്സ് ആയിട്ട് എന്റെ ഫേവറേറ്റ് കളർ ആയത് ഡിൻഡായോ ഫേവറേറ്റ് ബ്ലാക്കിലോട്ടാണ് എനിക്ക് പിടുത്തം വന്നെ. യെല്ലോ അല്ല, നീ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോ തന്നെ ഭയങ്കര തിളക്കം പോലെ. നിനക്ക് ഇതുകൂടെ വർക്കുള്ളതൊക്കെ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് നമുക്ക് ലൂസ് ആണെങ്കിൽ ഷേപ്പ് ഒക്കെ ചെയ്താൽ മതി, ആ സൈസിൽ എടുത്താൽ മതി. ഓക്കെ ഫ്ലോറല് മെറ്റീരിയൽ പാകിസ്ഥാനി ഇവിടെ പാകിസ്ഥാനിന്റെ കളക്ഷൻ കംപ്ലീറ്റ്. അതായത് നമ്മള് വേറെ ടൈപ്പ് അല്ലേ പാകിസ്ഥാനി ഒക്കെ നോക്കിയത് വേറൊരു ടച്ച് ആയിരുന്നു, പ്രിന്റഡ് ടൈപ്പ് ഒക്കെ. ഇത് വർക്ക് വന്നു പാകിസ്ഥാൻ. അതായത് ഇതൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള സാധനങ്ങളാണ്. 1090 ഞാൻ ചോദിച്ചായിരുന്നു. അതെ സ്റ്റാർട്ടിങ് 1090 മുതലാണ് ഇവിടുത്തെ പ്രൈസ് വന്നത്. അതായത് 1090 രൂപ മുതൽ വില വരുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവിടെ മുതൽ ടോപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഹെവി കളക്ഷനിലേക്ക്. നല്ല ലെങ്ത് വൈസ് ആയിട്ടുള്ള ടോപ്പ്. എനിക്ക് എപ്പോഴും ലെങ്ത് വൈസ് ആണ് നല്ലത്. ടോപ്പ് വേണ്ടത് ജസ്റ്റ് ഓപ്പൺ കറോ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എത്ര ക്ലാസ്സുള്ള സ്ഥലം. അതാണ് ഞാൻ മുമ്പ് പർച്ചേസിന് വരുമ്പോഴത്തേക്ക് എനിക്ക് കൺഫ്യൂസ് ആയി. ഞാൻ ഒറ്റക്കല്ല വന്നത്. അപ്പൊ പർച്ചേസിന് വരുമ്പോൾ എനിക്ക് കൺഫ്യൂസ് ആയിട്ടാണ് ഞാൻ ചില ടൈമിലേക്ക് വന്നത്. അവസാനം ഞാൻ ഒരു തീരുമാനത്തിലെത്തി പർച്ചേസ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ നടക്കുള്ളൂ. ഹോൾസെയിലായിട്ട് നമ്മ തന്നെ എടുക്കേണ്ടി വരും. എല്ലാരും ഉണ്ടല്ലോ ഫാമിലി, നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. നല്ല രസമുണ്ട് കേൾക്കാൻ. സോന് ഫുള്ള് വേറെ ലെവലായി, ഫുള്ളൊരു പാർട്ടി ലുക്കായി. ഞാൻ ഇപ്പോഴേ ചിന്തിക്കാൻ തുടങ്ങി സുനുവിനെ കെട്ടിക്കാറാവുമ്പോ നമുക്ക് ഇവിടെ തന്നെ എല്ലാം എടുക്കാൻ. ഇനിയുണ്ട് 5-6 വർഷം. എന്നാലും നല്ല ഉണ്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് ഹോൾസെയിലായിട്ട് ചെയ്യേണ്ടി വരും നമുക്ക്. അതെ അതെ അത്ര സ്പേസ് ഉള്ളോണ്ട് അവന് നല്ല പീസ്ഫുൾ ആയിട്ട് കൊണ്ടിരിക്കും. പോയി വരുന്ന ഗ്യാപ്പിലൊക്കെ ഇതൊക്കെ ഓക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുള്ള സ്കൈ ബ്ലൂ നല്ല ഉണ്ട്. ഈ കളേഴ്സ് ചേഞ്ച് ഉണ്ടല്ലേ, ഗ്രീൻസ് ഒക്കെ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, നല്ല ഉണ്ട് 2 കളർ. അതിന്റെ ഷോൾ കൂടെ വരുമ്പോഴാണ് അതിന്റെ രസം തന്നെ. ഞാൻ വിചാരിച്ചു കരയിലെന്തിനായിരുന്നു അതിന്റെ ഇടക്ക്. ഇതൊക്കെ കരച്ചിലൊക്കെ കേക്കണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട്. കണ്ടമാനം മോഡലുണ്ട് കിടക്കണ്. അയ്യോ പകുതിയിലെന്ന് പറയാം, 10 5 പോലും ആയിട്ടില്ല. ഇതെല്ലാം കിടക്കുന്ന ഫുള്ള് പാകിസ്ഥാനി മോഡൽസാ ഗൈസ്. ഇവര് രണ്ടുപേരും കൂടി എന്നിട്ട് അവർക്കുള്ള ഡ്രസ്സ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കസിൻസിന്റെ കാര്യമൊക്കെ പറയണ്ട്. നമുക്കുണ്ടല്ലോ കുറെ കിഡ്സ് കസിൻസ് ഒക്കെ. ഇതുണ്ടല്ലേ കിഡ്സിന്റെ കളക്ഷന്, ഹെവി കളക്ഷൻ, പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡമ്മിയിലൊക്കെ നോക്കി. അത് കൂടാണ്ട് നല്ല കിടലും ഞാനൊക്കെ യെല്ലോടെ മെയിൻ ആണ്. അതായത് നമുക്ക് കസിൻസ് കിഡ്സ് തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് പറ്റിയ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പുകൾക്ക് വേണ്ടി ഒരുപാട് ഡ്രസ്സിന്റെ കിഡ്സിന്റെ ഡ്രസ്സിന്റെ കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഡയറക്റ്റ് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഷോപ്പ് ചെയ്യാം, ഈസിയാണ്. അതേപോലെ തന്നെ ഇവർക്ക് വെബ്സൈറ്റും ഉണ്ട്. വെബ്സൈറ്റ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം, www.saidresses.com.
ഡയറക്റ്റ് അവിടെ നിന്ന് മെറ്റീരിയലിന്റെ സൈഡിലോട്ടാണ് ഓടി വന്നത്. ബിക്കോസ് ഇവിടെ മെറ്റീരിയൽ കളക്ഷൻ ഒരുപാടുണ്ട്. ഓക്കെ, ഹാങ്കേഴ്സിൽ തന്നെ പല പല കളേഴ്സും വെറൈറ്റീസും ആണ് തൂക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ ഉണ്ട് ഓക്കെ, സെറ്റ് ആക്കി വെച്ചത്. അതൊക്കെ ഫുള്ള് മെറ്റീരിയൽസിന്റെ ഏരിയ. ഇതെല്ലാം അടിപൊളി പാർട്ടി വെയർ മെറ്റീരിയൽസ് ഒക്കെ ഒരുപാടുണ്ട്. വേറൊരു ടച്ചല്ലേ, ഓരോന്റെ ഉള്ളിത്തന്റെ കളറ്. ആക്ച്വലി ഞങ്ങൾക്ക് ആ കളർ ചെയ്തു. നല്ലതല്ലേ ഈ കളർ? ഇപ്പൊ ഇവിടെ വന്നിട്ടെല്ലാം ബ്ലാക്കാ പിടിക്കും. ഇപ്പഴാണ് ഒരു എന്റെ കളറിലോട്ട് പോയത്. കളേഴ്സിലൊന്നും വന്നത്. ഈ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ അതെ ഭംഗിയറി. നല്ലുണ്ട്. ഈ ഹാങ്കേഴ്സിനും ഉണ്ടല്ലേ കുറച്ച്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളറും നല്ല ക്ലാസി ആയിട്ടുള്ള വർക്ക്. പിന്നെ പിന്നെ പിന്നല്ലാണ്ട് നല്ല സ്വരിക സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കൊള്ളാം. ഗോൾഡൻ കളർ സ്റ്റാൻഡേർഡ് ഉണ്ട്. അടിയിലൊക്കെ നോക്കി കട്ട് വർക്ക് വന്നത്. അടിപൊളി അടിപൊളി. കട്ട് വർക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തുമ്പോ ഭയങ്കര സ്വരികം കാണാൻ. ഷോൾ തന്നെ നോക്കി കട്ട് വർക്ക്. അടിപൊളി. മാത്രമല്ല രണ്ട് ഹാങ്കേഴ്സിലുള്ളത് കാണിക്കാൻ തന്നെ നമുക്ക് ആ സമയമായിരുന്നു. ഇത് കംപ്ലീറ്റ് മെറ്റീരിയൽസാ ഫുള്ള്. ഇത് അപ്പുറത്തേക്കൊക്കെ ഫുള്ള് മെറ്റീരിയൽസ്. ഫുൾ കളർ ഓപ്പൺ നമ്മളിത് കണ്ടില്ലേ, കാണാറില്ലേ സ്റ്റിച്ച് ചെയ്യും. അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട്. മിറർ വർക്ക് പോലെ അല്ലേ? ചെറിയ മിറേഴ്സ് തന്നെ ഉണ്ട്. മറ്റേ ഗിൽ ടൈപ്പ് ആയിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുള്ള ഒരു ടൈപ്പാണ്. നല്ല ഭംഗിയായിരിക്കും. സ്റ്റിച്ച് ചെയ്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല ഭംഗിയുണ്ടാവും. നൈസ് അല്ലേ? മെറ്റീരിയൽ മേത്ത് വെക്കാം, അപ്പൊ അറിയാം അതെങ്ങനെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ പഠിക്കാം. 4 അതായത് എല്ലാ മോഡലിലും 4 കളേഴ്സ് ഉണ്ടാവും. 4, 5, 6 കളേഴ്സ് ഒക്കെ ഉണ്ടാവും. മെറ്റീരിയൽ ഇങ്ങനെ എടുക്കാം. പക്ഷെ ഇതൊന്നും അല്ല, ഇനി ഒരുപാടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കട്ടെ. ഏവല നിങ്ങൾ അതുവരെ അത് അലമാരിയിൽ വെച്ചേക്കും, എടുക്കില്ല. ഞാൻ തയ്ക്കും. എനിക്ക് പെർഫെക്ഷൻ ആവണം, അതാണ് എന്റെ മെയിൻ പെർഫെക്ഷൻ. ഇതാണ് ഫ്രണ്ട് ഭാഗം. ഇതും ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്റെ ഒരു ടേസ്റ്റ് ആണ്. നല്ല ഭംഗിയുണ്ട്. നല്ല കളർ. ഇത് 2 കളർ. ശരിയാണ്. ഈ കളർ വേണമെങ്കിൽ യെല്ലോ ഓപ്പൺ ഓറഞ്ച്. രണ്ട് കളറും കൊള്ളാല്ലേ? അടിപൊളി അടിപൊളി. നല്ല കളർ. നല്ല കളർ. നമുക്ക് ഇങ്ങനത്തെ എടുക്കാട്ടോ, സെയിം കളർ ചെയ്യും. അടിപൊളി. ഞാൻ മോനെ പൊളി. നല്ല കളർ. അതിന് ആരും പറഞ്ഞ നേരത്തെ എമോഷൻസ് കൂടിയിട്ടായിരിക്കും. ഇതെല്ലാം കൂടി എടുത്തോണ്ട് ഓടിയാലോ. പ്രൈസ് കിട്ടണേ ഓൾസോ പ്രൈസ് കിട്ടണേ. ഇപ്പൊ പറയാ അതിന്റെ വില കേൾക്കുമ്പോഴായിരിക്കും ഗൈസ് നിങ്ങൾ ഞെട്ടാൻ പോണം. 1690 വെറും
1690 രൂപ ഉള്ളൂ ഹോൾസെയിൽ. റീറ്റെയിൽ വരുമ്പോ ഇത് 4000 രൂപയോളം വില വരും. മെറ്റീരിയൽ മാത്രം 3000 രൂപ 4000 രൂപ വില വരും. ഹോൾസെയിലായിട്ട് വന്നെടുക്കണതായിരിക്കും ബെറ്റർ. അത് പിന്നെ ഹോൾസെയിൽ ഷോപ്പിലേക്കുള്ളതാണിത്. അല്ലാണ്ട് നമ്മ ഫാമിലിയും ഫംഗ്ഷനൊക്കെ വരുമ്പോ ഷോപ്പിൽ നിന്ന് എടുക്കണേക്കാട്ടും എല്ലാം കൂടി വന്നിട്ട് ഇങ്ങനെ മാരേജ് ഫംഗ്ഷനൊക്കെ വരാമല്ലോ. അതെ അതെ അങ്ങനെ ഫുള്ള് സെറ്റ് ആയിട്ട് എടുക്കാൻ. purchase ചെയ്യണതായിരിക്കും നല്ലത്. അതെ 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 ഗൈസ് ഒരുപാടുണ്ട് കേട്ടോ. കണ്ടമാനം മോഡലുണ്ട്. ഒരു മെയിൻ സാധനം നമ്മൾ പോണം ലെഹങ്ക. ലെഹങ്ക യെസ്. പിന്നെ എന്തിനാ അവിടെ അങ്ങ് പോയി കഥകളെ കൂടെ കരയിപ്പിക്കുന്നത്? ഇതിന് കറിയുന്നത് എനിക്ക് സന്തോഷം വരുമ്പോ അങ്ങനെയാണ്. ഗൈസ് ഇതുവരെ കണ്ടതൊക്കെ ഞാൻ എന്റെ മനസ്സിൽ ഏതൊക്കെ എടുക്കണമെന്ന് സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കാണാൻ പോണത് സെലക്ട് ചെയ്യാൻ ഒന്നുമില്ല, എല്ലാം എടുക്കേണ്ടി വരും തോന്നുന്നു. ലെഹങ്ക കളക്ഷനിലാണ് നമ്മളിപ്പോ സോനുടെ കിളി പോയിരിക്കണം. പോയി നോക്കിക്കൊണ്ടിരിക്കും എല്ലാം. ഞാൻ ഡിസ്പ്ലേയിൽ ഒരു ലെഹങ്ക കണ്ടു. ഇഫ് ഇറ്റ് പോസിബിൾ അത് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. റെഡ് ലെഹങ്ക അടിപൊളിയായിരിക്കും കേട്ടാ. വെഡിങ് അങ്ങനത്തെ വേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. പിന്നെ അതല്ല ഞാൻ പറയാം, കേരളത്തിലെ ഒട്ടുമിക്ക റീറ്റെയിൽ ഷോപ്പിലേക്കും പോകുന്നത് ഇവിടുന്നാണ്. ഓൾറെഡി കേരളം അല്ല അപ്പൊ പറയുമ്പോ കേരളം വേണമല്ലോ മെയിൻ ആയിട്ട് എടുത്തു പറയാം. പല സൈഡ് ആൾക്കാരെയും കണ്ടു. നൈസ് വർക്ക് കണ്ടില്ലേ, അടിപൊളി വർക്കാ. നൈസ്. ഇവിടെ ആയിട്ട് മേലെ ഡിസ്പ്ലേയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ വരുന്നവരെ നിങ്ങൾ കാണിച്ചു തരാം. വെയിറ്റ് വൺ സെക്കൻഡ്. ഇവര് ഈ ആക്രാന്തം കാണിച്ച് എനിക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാക്കി. ഒരു മിനിറ്റ്, ഞാൻ ഇതും കൂടെ കാണിച്ചിട്ട് നിങ്ങളിലേക്ക് വരാം. ഇതും കൂടെ ജസ്റ്റ് ഓടിച്ച് കാണിക്കല്ലേ. വരക്കെ കാണിക്കാം, നിങ്ങളെ കാണിക്കാം. ഇവരെ കൊണ്ട് തോറ്റ് ഗൈസ്. ഇവര് ഇത് കണ്ടിട്ട് എല്ലാം കൂടെ കണ്ട് ആക്രാന്തമായിട്ടിരിക്കുന്നത്. പറ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ഇപ്പുറത്തേക്ക് ഇരിക്കുന്നല്ലേ, അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവര് വട്ടത്തിൽ നൈസ്. പക്ഷെ ഈ ക്യാമറ കാണുന്ന പോലെ അല്ല കേട്ടോ ഗൈസ്, നേരിട്ട് കണ്ട കിളി പോകും. അമ്മായി നല്ല 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 തിളക്കം. ആ ഫസ്റ്റ് എങ്ങനെ കാണിച്ച് പൊക്കാൻ പറ്റില്ല. യൂണിയൻകാരെ വിളിക്കണ്ടല്ലോ. ബ്രൈഡ്സിനൊക്കെ ഇടുമ്പോഴേ കിട്ടില്ലായിരിക്കും. ഡിസൈൻ മാരേജ് അല്ലാതെ റിസപ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഫുൾ ലെങ്തിലുള്ള കയ്യില് എല്ലാം ഉണ്ടല്ലേ. ഞാൻ മറന്ന് നോക്കണായിരുന്നു. അടിപൊളി. ഓരോന്നോരോന്ന് പൊട്ടിക്കാൻ വേണ്ടി പോണു. അടുത്ത് ഉള്ള ഭയങ്കര നല്ല പ്രീമിയം ക്വാളിറ്റി വെൽവെറ്റിലാണ്. പൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ അടിപൊളിയായിട്ടുണ്ട്. കൊച്ചൊന്ന് വളരട്ടെ പ്ലീസ്. അത് ആ തരി നമുക്ക് ഇനിയും ടൈം ഉണ്ട് ഒരുപാട്. ഈ നെക്ക് ഷോളും ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. യൂഷ്വലി അങ്ങനെ വരാറില്ല. ബ്ലൗസ് എനിക്ക് തോന്നണേ ഇതിങ്ങനെ ഓരോരോ കളക്ഷനൊക്കെ അവരിങ്ങനെ കൊണ്ടുവന്ന് നിരത്തണേ. ഇവര് നെറ്റിക്കും ഗൈസ്, നമ്മള് മിക്കവാറും നെറ്റിക്കും. ലെഹങ്ക പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ഭയങ്കര നൈസ് നൈസ്. ഒരു രക്ഷയില്ല മോനെ, എന്ത് ഭംഗി നോക്കി. മൊത്തം
ഇമാജിൻ ചെയ്യണാണ് ഈ ടോം എങ്ങനെ ഉണ്ടാവും. നമ്മൾ വരുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് അതിന്റെ അറ്റത്ത് തന്നെ നോക്കാം. ഞാൻ ഈ ഹാങ്കേഴ്സ് എല്ലാം കുറച്ചുകൂടെ നോക്കാം. ഞാൻ അടുത്ത കുട്ടിക്കാൻ പോവല്ലേ കഴിഞ്ഞില്ലേ? പോവല്ലേ. മൾട്ടി കളേഴ്സ് നൈസ്. മൾട്ടി കളർ. ദിസ് ഇസ് ഗുഡ്. മൾട്ടി കളർ ഉള്ളത് അടിപൊളിയായിട്ടോ. പിങ്ക്, യെല്ലോ, ഗ്രീൻ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടില്ലേ, സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് നോക്കണം. കൊള്ളാം. ഇവരെന്നെ പണ്ടടിച്ചിരിക്കുന്നത് രണ്ടുപേരും. ഇത് നമ്മൾ എല്ലായിടത്തും ഓടെ പിങ്ക് പിങ്ക് ഫ്ലവേഴ്സ് ഇൻ പർപ്പിൾ. വാവ്, മൾട്ടി കളേഴ്സ് ഭയങ്കര ഇഷ്ടമായി. പൊളിയായിട്ടുണ്ട്. നൈസ് നൈസ്. അതിന്റെ തന്നെ ഒരു ഫുൾ കളക്ട് അതും കടയിലൊക്കെ ഞാൻ ഒരു ചമ്മന്തി അത്ര വിളിച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഹെവി വർക്കാണല്ലോ. ബ്രൈഡ് ഉണ്ട് ഇപ്പൊ നോക്കാം. അടിപൊളി. സോനൊക്കെ തേച്ച് സോന അപ്പൊ തന്നെ കയറി. അതെ, അവര് അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ, ട്രൈ ചെയ്ത് നോക്കാനുള്ള. ജസ്റ്റ് എവിടെ इधर पीछे की ठाकुर को देखना है मेरा राजा फोन से नजर ट्राई करने के लिए फोन देना കൊള്ളാല്ലേ? അടിപൊളി. കൊള്ളാല്ലേ? അതെ, ആ ഷോൾ ഇട്ടോ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കൊള്ളാം, നൈസ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ വേറെ ലെവലായിരിക്കും. Yes. സുഹാന മണവാട്ടിലെത്തി. ഞാൻ മണവാട്ടിയായി. നമ്മുടെ ആനിവേഴ്സറിക്ക് ഞാൻ ഒന്നും കൂടി മണവാട്ടിയായിരിക്കുകയാണ്. അതെ, അടിപൊളി സാധനം. ഓക്കെ, കിടിലായിട്ടുണ്ട്. ഷോർട്ട് വേണമെങ്കിൽ ഷോർട്ട് ആക്കിട്ട് ബ്ലൗസ് ആയിട്ട് ആക്കാം. പിന്നെ ബാക്കിനകത്തായിരിക്കും. അതെയാ? എങ്ങനെയുണ്ട്? ഒന്നുകൂടി തടി കുറച്ച് പഴയതായിട്ട് മറ്റേ പറച്ചിന് മാത്രമല്ല, കുറക്കണില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് തടി കുറക്കാൻ തോന്നും. ഒരു ടൈം എന്നെ ഡീപ്പിക്കാൻ ഓരോ ചാനൽ അവിടുന്ന് മേളിൽ നിന്ന് ഇറക്കാം. അതായത് ഒരു ലോഡ് ഐറ്റംസ് ഉണ്ട് പറയില്ലേ, അത് മേളിൽ നിന്ന് വരുന്നവരെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണേ. അടുത്ത കിട്ടില്ല മോഡൽ ഫുൾ സ്ലീവില്. സ്ലീവ് അല്ലേ? ഫുൾ സ്ലീവില് നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇട്ടാലോ? ഇട്ടാലോ? അടിപൊളിയല്ലേ? അടിപൊളി. സ്കേർട്ട് നല്ല അടിപൊളി വർക്ക്, നല്ല വർക്ക്. चेक करना पड़ेगा अभी निकाला भी नहीं ये पीस बनाया ये कलर बनने वाले हैं इसके भी അടിപൊളി കേട്ടോ. എന്റെ അടുത്ത് അതൊക്കെ കുത്തി കയറ്റി, ഡ്രസ്സിന്റെ വില കൂടെ കുത്തി കയറ്റി. ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഇതെടുത്താ ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഇഷ്ടല്ല, ഞാൻ കറക്റ്റ് ഇട്ട് കാണിക്കാം. ഇതിനൊരു വള്ളിയുണ്ടല്ലോ. അത് ഇട്ടെ സോണു. ഇത് പിടിച്ചു. बेल्ट है वो അത് ബെൽറ്റ് ആണ്, സെൻട്രലിലാണ്. ഇതും ഞാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഷോൾ എടുത്ത് അല്ല പക്ഷെ വൈറ്റ് ഷോ നല്ല രസമുണ്ട് ഇതിന്റെ ഒപ്പം. ഈ ഉള്ളിലിട്ട ഡ്രസ് ഒന്നും കാണരുതല്ലേ. ഇതിപ്പോ ഈ വയറ് കാണിക്കുന്ന ടൈപ്പാണ്, അതുകൊണ്ടാണ് ഈ ഡിസൈൻ വന്നത്. നല്ല നല്ല രസമുണ്ട് കേട്ടോ. നല്ല നല്ല കളറും ഭയങ്കര അട്രാക്റ്റീവ് കളർ. ഇതെന്റെ ഷോൾ എന്റെ ഷോ
ചെറിയ പ്ലാനിലാണ്. ബിക്കോസ് അത്ര അടിപൊളി, എനിക്ക് ഊരേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇത് മാത്രമല്ല, ഇവിടെ ഡിസ്പ്ലേ ഉള്ളത് മാത്രമല്ല, നമ്മൾക്ക് കാണാൻ വേണ്ടി പുതിയ പുതിയ കളക്ഷൻസ് ഇവരെ എടുത്ത് ഡിസ്പ്ലേ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് അവരുടെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് പോസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. വെഡിങ് വെയർ ഷോപ്പൊക്കെ ഉള്ള ആൾക്കാർ സൈഡ് ഡ്രസ്സസ് തന്നെ വരണം കേട്ടോ. സീരിയസ്ലി അടിപൊളി കളക്ഷൻസ് ഉണ്ട് ലെഹങ്കസ് ഒക്കെ. മെയിൻ ആയിട്ട് ഹോൾസെയിലിന് വേണ്ടിയുള്ളവര് ഇങ്ങോട്ട് വരണം. ഷോപ്സ് ഉള്ള ഹോൾസെയിലിന് വേണ്ടി ഇവിടെ തന്നെ വരണം. അടിപൊളി കളക്ഷൻസ് ആണ്. സോ എന്തായാലും ഇത് കഴിഞ്ഞിട്ടില്ല, അടുത്ത സെഷനിലോട്ട് നമുക്ക് പോവാം. ഗൈസ് എന്തായാലും നമ്മളെ പോലെ തന്നെ എല്ലാവരും സാരി ലവേഴ്സും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സാരി സെക്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. ഹെവി സാരീസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ളത്, ഹെവി ആയിട്ടുള്ളത്, എല്ലാ ടൈപ്സ് പല വർക്ക്സ് ഉള്ളത്. ഇതൊക്കെ എല്ലാത്തിന്റെയും ഓരോരോ സാമ്പിൾസ് ആണ് ഇവര് വെച്ചേക്കുന്നത്. നമുക്ക് ഏത് സാമ്പിളാണ് വേണ്ടത് എന്നിട്ട് സെലക്ട് ചെയ്യണം അല്ലേ? അതെ, ഹോൾസെയിൽ അല്ല, ഇവര് എല്ലാത്തിന്റെയും ഓരോരോ കളർ, ഓരോ മോഡലിൽ ഓരോരോ കളർ ഒരു സാമ്പിൾ ഇതേപോലെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അതിന്റെ കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. എനിക്ക് ഡീറ്റെയിൽ ഇഷ്ടപ്പെട്ടു. ഫ്ലോറല്ല കാണുന്നത്. കൊള്ളാം, ഇത് അടിപൊളി. ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടും സാരി. ബ്ലൂ അടിപൊളിയുണ്ട്. സോനുന്റെ ഉള്ളിത്തൊണ്ടിന്റെ കളറ്. നമ്മളില്ലേ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരുന്ന ഇവിടെ തീരൂല. ബിക്കോസ് അത്രയധികം കളക്ഷൻസ് ഒരുപാടുണ്ട്. കളക്ഷൻസ് കാണിക്കുമ്പോ തന്നെയാണ് ഇവിടെ നിന്നും ഫുള്ള് ചുറ്റുപാടും ഓരോ സെക്ഷനാണ് ഇവിടെ. ഗൈസ്, ഇതൊന്നും അല്ല, കണ്ടമാനമുണ്ട്. പിന്നെ കൂടുതൽ ഇവരെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ട് വെറുതെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതെ, അപ്പൊ സാരി ഹോൾസെയിൽ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും നേരെ ഇങ്ങോട്ട് വന്നോളൂ. എല്ലാ വെറൈറ്റി ഓഫ് കളക്ഷൻ, സാരി, ലെഹങ്ക, കോട്ട് സെറ്റ്സ്, കഫ്താൻസ്, പാകിസ്ഥാനി വെയർ, സൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ come to Sai Dresses. You'll get everything, guys. Okay. Guys, Sai Dresses ലൊക്കേഷൻ വന്നത് സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റിന്റെ 5th ഫ്ലോറിലാണ്. ഗൈസ്, നിങ്ങൾക്ക് 1 സെറ്റ് ഓഫ് ഡ്രസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ 4 കളേഴ്സ് ആയിരിക്കും, 4 ഡിഫറെന്റ് സൈസസ് ഉള്ളതുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ COD അവൈലബിൾ ആണ്. ഗൈസ്, നിങ്ങൾ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ പർച്ചേസിനായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ സായി ഡ്രസ്സസിന്റെ ജെന്യൂൻ ID കാർഡുള്ള സ്റ്റാഫിന് വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ. ഗൈസ്, നമ്മൾ പല പേർക്കും ഈ റെഡിമെയ്ഡിന്റെ ഒരു ബിസിനസ് ചെയ്യുന്നത് ഒരു ഡ്രീം തന്നെ ആയിരിക്കും അല്ലെ എല്ലാവർക്കും. അപ്പൊ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലേസ് തന്നെയാണ് ഈ സായി ഡ്രസ്സസ്. ഇവിടെ വന്ന എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കിട്ടും. സോ സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുള്ളവർ ഇനി ഒന്നും ഡിലേ ആക്കാണ്ട, കം ഹിയർ ആൻഡ് പർച്ചേസ് യുവർ തിങ്സ്. ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു ഷോപ്പിലേക്കാണ്, സൂറത്തിലെ മെയിൻ ഷോപ്പിലേക്കാണ് ഈ ഒരു വ്ളോഗ് വഴി നിങ്ങൾക്ക് ബിസിനസിന് വേണ്ടിയുള്ള ഐഡിയാസ് കിട്ടിയേക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ഏതൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങുന്ന ഒരാൾക്കും ഭയങ്കര ഡൗട്ടായിരിക്കും എവിടുന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്യണോന്നുള്ളത്. Where to start, how to അതെ, start. സൂറത്തിൽ വന്നിറങ്ങിയാൽ പോലും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ഷോപ്പിൽ കയറി പർച്ചേസ് ചെയ്യണത്. പക്ഷെ ഞങ്ങളുടെ ഈ വ്ളോഗ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് എവിടുന്നാണ് പർച്ചേസ് ചെയ്യണതിന്റെ മെയിൻ സംഭവം ഞങ്ങളിപ്പോ No കാണിച്ചിട്ടുണ്ടെങ്കിൽ doubt you can come here. അതുകൊണ്ടിട്ട് നിങ്ങൾ വേറെ എവിടെയും ഇറങ്ങിയിറങ്ങേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സായി ഡ്രസ്സസിലേക്ക് പോന്ന് പർച്ചേസ് ചെയ്ത് പുതിയൊരു ഷോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി പുതുതായിട്ടൊരു ബിസിനസ് കിട്ടിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എന്റെ പൊന്ന് ഗൈസ്, ഇവരെയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ വേണം തല്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ വന്നിട്ട് അവരുടെ ഷോപ്പിംഗ് നടക്കല്ല, ഫുള്ള് കറങ്ങി കിടന്ന് നോക്കിക്കൊണ്ടിരിക്കണേണ്. ഒന്ന് പറയണ ഗൈസ്, ഞാൻ ഇനിയെങ്കിലും ഹലോ വന്നേ, നമുക്ക് ഈ വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്. വൈൻഡപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഐറ്റം പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഈ വ്ളോഗ് ഇങ്ങനെ നീണ്ടു പോകും. എന്താ വെച്ചാൽ അത്രയധികം സാധനങ്ങൾ ഇവിടെ കാണിക്കാനുണ്ട്. അതെ, ഇങ്ങോട്ടൊന്ന് നോക്കാം പ്ലീസ്. വൈൻഡപ്പ് ചെയ്യാം, അതല്ല നല്ലത്. അതെ, അപ്പൊ ഗൈസ്, അപ്പൊ എന്താ പറയാ, ഈ ഷോപ്പിലേക്ക് വന്നെങ്കിൽ ഈസിയാണ്. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. അതിനുശേഷം സായി ഡ്രസ്സസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക. ജെന്യൂൻ ID കാർഡുള്ളവരെ വിളിക്കുക, അവരെ വരും, നിങ്ങൾ വന്ന് പിക്ക് ചെയ്യും, വന്ന് പർച്ചേസ് ചെയ്യുക. എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. പിന്നെ ഈസിയാണ്. പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ 5th ഫ്ലോറിലാണ്, അതും സൂരത് ടെക്സ്റ്റൈൽ മാർക്കറ്റിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോ അതിന്റെ പേര് ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലെ. ബാക്കി ഇവരെ കോൺടാക്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ. നീ പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്യും, വീട്ടിൽ പോകണ്ടേ.